ഹായ് ഫ്രണ്ട്സ്, ടെക് പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി പരീക്ഷ നമുക്കറിയാവുന്നതുപോലെ 2026 സെപ്റ്റംബർ 5 നടക്കാനിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്? ആ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, കാരണം എത്രത്തോളം പേര് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ എത്രത്തോളമാണ് നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് പൂർണ്ണമായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് കോമ്പറ്റീഷൻ ലെവൽ അറിഞ്ഞാൽ മാത്രമേ പ്രോപ്പറായി നമുക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. സോ അതിനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുമ്പോൾ 613/2025 ആയിരുന്നു കാറ്റഗറി നമ്പർ. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. എക്സാം ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2026 സെപ്റ്റംബർ 5 പരീക്ഷ നടക്കുന്നത്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 75,093 ആയിരുന്നു. അതിൽ തന്നെ 55,716 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ തന്നെ വലിയൊരു കുറവ്, ഈ കൺഫർമേഷൻ നൽകിയ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണത്തിൽ തന്നെ വലിയൊരു കുറവ് അപ്പോൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ, ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ എത്രയായിരിക്കും എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് കൺഫർമേഷൻസ് 55,716 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ കൺഫർമേഷൻ നൽകിയ ഉദ്യോഗാർത്ഥികളിൽ എല്ലാവരും OMR എക്സാമിന് അപ്പിയർ ചെയ്യില്ല. അപ്പോൾ OMR എക്സാമിന് അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം ഇനിയും കുറയും. അത് എങ്ങനെ പോയാലും നമുക്ക് ഒരു 40,000 അതിൽ താഴെയായിരിക്കും. നമുക്ക് ഏറ്റവും മാക്സിമം ഡിജിറ്റ് തന്നെ എടുക്കാം. 40,000 ഉദ്യോഗാർത്ഥികൾ ഈ ഒരു എക്സാം, ഈ ഒരു OMR എക്സാം എഴുതും എന്ന് തന്നെ വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര പേര് പൂർണ്ണമായിട്ടും ഈ ഒരു സിലബസ് കവർ ചെയ്തിട്ടുണ്ടാവും? ഓക്കെ, ഇത് ഒരു ഡിഗ്രി ബേസ്ഡ് എക്സാം ആണ്. ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആയിട്ട് വരുന്ന ഒരു എക്സാമാണ് ലീഗൽ മെട്രോളജി എക്സാം എന്ന് പറയുന്നത്. അത്യാവശ്യം കുറയാത്ത സിലബസും ഈ ഒരു എക്സാമിനുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ആ സിലബസ് കവർ ചെയ്തിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഓക്കെ, ആ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഒരു 4,000-ഓളം ഉദ്യോഗാർത്ഥികൾ എന്ന് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള സിലബസ് കവറേജും പ്രോപ്പറായിട്ടുള്ള റിവിഷനും കഴിഞ്ഞു വരുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ കുറവായിരിക്കും. അവരുടെ എണ്ണം ഒരു 2,000-ഓളമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അതിൽ തന്നെ ഫുൾ സിലബസും കവർ ചെയ്ത് പ്രോപ്പർ റിവിഷനും കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്തിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അതിലും കുറവായിരിക്കും. അതൊരു 1,500-ഓളം പേരായിട്ട് നമുക്ക് എടുക്കാം. കാരണം ഇത് പൂർണ്ണമായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ സിലബസ് കവറേജ് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റില്ല. പ്രോപ്പറായിട്ടുള്ള സിലബസ് കവറേജ് വേണം, അതിന് കൃത്യമായിട്ടുള്ള റിവിഷൻ വേണം, സയൻറ്റിഫിക് ആയിട്ടുള്ള റിവിഷൻ വേണം. അതോടൊപ്പം നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യണം. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം ഒത്തുവരണം. ഓക്കെ, അപ്പോൾ ആ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം ഒരു 1,500-ഓളം പേരാണെങ്കിൽ ഇതിൽ തന്നെ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു കവർ ദ ഫുൾ സിലബസ്, പൂർണ്ണമായ സിലബസും കവർ ചെയ്ത് റിവിഷനും ചെയ്ത് ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് റൈറ്റ് മെൻറ്റർഷിപ്പോട് കൂടി വരുന്ന എത്രത്തോളം കാൻഡിഡേറ്റ്സ് ഉണ്ടാവും? അവരുടെ എണ്ണം ഇതിൽ താഴെയായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രത്തോളം കാൻഡിഡേറ്റ്സിനോടാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, മത്സരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് കൃത്യമായ കോമ്പറ്റീഷൻ ലെവൽ. അല്ലാതെ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണമോ കൺഫർമേഷൻ നൽകിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണമോ അല്ല. ഇവരോടല്ല നമ്മൾ ശരിക്കും മത്സരിക്കാൻ പോകുന്നത്. ഇവരല്ല നമ്മുടെ ശരിക്കും കോമ്പറ്റീറ്റേഴ്സ്. ആ ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു ചാർട്ടിൽ നിന്ന് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന്, ഓക്കെ, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഏകദേശം 3 വർഷത്തോളം റാങ്ക് ലിസ്റ്റിന് കാലാവധിയുമുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് നിലവിൽ ആൻറ്റിസിപ്പേറ്റഡ് ആണെങ്കിൽ പോലും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 30-ഓളം കാൻഡിഡേറ്റ്സിന് അഡ്വൈസ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 1000-ൽ താഴെയുള്ള ഒരു ഡിജിറ്റിൽ നിന്ന് ആ 30-ലേക്ക് എത്തുക എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് നേടിയെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇനിയും ദിവസങ്ങളുണ്ട്. ഈ ഒരു പരീക്ഷയ്ക്ക് ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇനി കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ, ഇതുവരെയും ആ ഒരു കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് എത്താൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്കായിട്ട്, പ്രിപ്പറേഷൻ ഒരു റൈറ്റ് ട്രാക്കിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് PSC ഒരു എക്സാം സ്പെഷ്യൽ ക്രാഷ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എക്സാമിന് വേണ്ടി എക്സ്ക്ലൂസീവായി.
അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻസ് എക്സാം തീയതി വരെയും ലഭിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. 2, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയലുകളും നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭ്യമാകും. ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും ഉണ്ടായിരിക്കും. കാരണം ഈ ഒരു കോഴ്സിൻ്റെ കോഴ്സ് വാലിഡിറ്റി എക്സാം തീയതി വരെയുമായിരിക്കും. അതോടൊപ്പം ടോപ്പിക് വൈസ് എക്സാമുകൾ, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ എന്നിവയും ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതയാണ്. ഇനി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നവർക്ക് അല്ലെങ്കിൽ ഉയർന്ന റാങ്കിലേക്ക് എത്തുന്നവർക്ക് ഇൻ്റർവ്യൂ ഗൈഡൻസ് സപ്പോർട്ടും ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഉയർന്ന മാർക്ക് നേടുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സവിശേഷതകളുള്ള ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ TechPSC ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. TechPSC ആപ്പ് ആൻഡ്രോയിഡിലും iOSലും ലഭ്യമാണ്. അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യം കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റുമാണെങ്കിൽ അതിനായി TechPSC ഒരു 50 days റാങ്ക് ബൂസ്റ്റർ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് PDF നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഫോക്കസ് ഏരിയകളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകൾ, അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോഴ്സിനെ പറ്റിയുള്ള ഏതൊരു സംശയത്തിനും ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ലീഗൽ മെട്രോളജി പരീക്ഷ ഇനി അധികം ദിവസങ്ങളില്ല. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും TechPSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക്